ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും എവിക്റ്റഡായ ആര്യൻ എയർപോർട്ടിലെത്തിയതിന് ശേഷം ചാനലുകാരുടെ ഓരോ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ആൻസർ പറഞ്ഞു. അവരാദ്യം ചോദിച്ച ചോദ്യം, എങ്ങനെയുണ്ടായിരുന്നു ആദ്യം ബിഗ് ബോസിൽ പോയപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 23 വയസ്സുള്ള ഒരു പയ്യൻ ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ എല്ലാം വലിയ വലിയ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെന്നെ സൈഡാക്കാൻ നോക്കി. ഞാൻ അവരെ ചേട്ടന്മാരെ എന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ എടാ ഷാനവാസെ, എടാ അക്ബറെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പം അവന്മാർ ഒതുങ്ങി. എനിക്ക് മലയാളം കുറച്ച് പ്രശ്നമാണെങ്കിലും ഞാൻ 82 ദിവസം ഞാൻ അവിടെ പിടിച്ചു നിന്നു. മായാമോഹിനി ടാസ്ക് ആണെങ്കിലും കഥാപ്രസംഗ ടാസ്ക് ആണെങ്കിലും ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും എല്ലാത്തിലും ഞാൻ ജയിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാനാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് പോലും ഒന്നും ഇതാക്കി പാക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നു. കാരണം എനിക്ക് 100% ഉറപ്പായിരുന്നു ഞാൻ ഔട്ടാകത്തില്ലെന്ന്. 3 വീക്കിലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ടും ഞാൻ പുറത്തായിരിക്കുവാണ്. എന്തിനാ പുറത്തായെന്ന് എനിക്കറിയത്തില്ല. പ്രേക്ഷകരുടെ വോട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. എവിടെയാണ് വോട്ട് കുറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ഈ ഔട്ട് അൺഫെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ്. കാരണം ഞാൻ പരമാവധി എഫർട്ട് എടുത്തായിരുന്നു. എൻ്റെ ചോര ഞാനവിടെ ഒഴുക്കുന്ന രീതിയിൽ തന്നെയുള്ള ഇത് വെച്ചാണ് ഞാനവിടെ കളിച്ചത്. എന്നിട്ടും ഞാൻ ഔട്ടായി. ഞാൻ ആകെ ഡെസ്പായി ഇരിക്കുകയാണ്. ഞാൻ ഔട്ടായെന്ന് കേട്ടപ്പോൾ തൊട്ട് ഞാനാകെ ഇതായിപ്പോയി. ഈ ടാസ്കുകളെല്ലാം ജയിച്ച് മായാമോഹിനിയെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് ജയിക്കാൻ പറ്റിയില്ലേ പിന്നെ ഇവിടെ ആരാണ് ജയിക്കാൻ പോണതെന്ന് ചോദിക്കുന്നുണ്ട് ആര്യൻ. അതോ ഇനി അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണോ, അടി ഇടിയൊക്കെ ഉണ്ടാക്കണമായിരുന്നോ, അതോ സദാചാരം കളിക്കണമായിരുന്നോ, എന്നാലേ ഔട്ടാവാതെ നിൽക്കുകയുള്ളെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഔട്ടായതെന്ന്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, ഡബിൾ മീനിങ് ആണോ ഈ പ്രശ്നമായെന്ന് ചോദിച്ചപ്പോൾ ഡബിൾ മീനിങ് ഒന്നുമല്ല. കാരണം ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അവർ മറ്റേ രീതിയിൽ ചിന്തിച്ചാലല്ലേ അത് ഡബിൾ മീനിങ് ആവുള്ളൂ. അല്ല ഞാൻ പറയുന്ന വാക്ക് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ അത് ഡബിൾ മീനിങ് ആവില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആര്യൻ അവരോട്. പിന്നെ എന്നെ പുറത്താക്കാൻ വേണ്ടി ബിൽഡ് ചെയ്ത് സ്ട്രാറ്റജി ആയിരുന്നു എല്ലാവരുടെയും കൂടെ എന്ന് പറയുന്നു. ജെസ്സിലും ആര്യനും തമ്മിലുള്ള സൗഹൃദം പ്രശ്നമായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞ് അതൊന്നും ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, എനിക്ക് എന്നെ അറിയാം. കാരണം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഫെയറാണ്, ബോണ്ടാണ്. ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ നല്ല രീതിയിൽ തന്നെ അവരെ സ്നേഹിക്കും. അക്ബറിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അക്ബറിനെ നല്ല രീതിയിൽ സ്നേഹിക്കാറുണ്ട്. പിന്നെ അപ്പാനി ശരത്തിനെ നല്ല രീതിയിലാണ് ഞാൻ സ്നേഹിച്ചത്. എനിക്ക് സൗഹൃദം അത് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആര്യനെ സംബന്ധിച്ച് ഈ ജെസ്സിലുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം വലിയൊരു ഇതായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി പറയുന്നില്ല. ഞാൻ പോട്ടെ പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് പിന്നെ ആര്യൻ ഒന്നിനും ഒരു മറുപടി പറയാൻ നിന്നില്ല. പിന്നെ എല്ലാവരോടും വോട്ട് ചെയ്ത എല്ലാവരോടും താങ്ക്സ് പറഞ്ഞിട്ട് പെട്ടെന്ന് കാറിൽ കയറി പോവുകയാണ്. കാറിൽ ഇരുന്നിട്ടും ആൾക്കാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാം പിന്നെ പറയാമെന്നും പറഞ്ഞ് പെട്ടെന്നങ്ങ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷേ അൺഫെയർ ആയിരുന്നു ഔട്ടാക്കിയത്. ഒരിക്കലും അത് ഫെയർ അല്ല എന്നാണ് പറയുന്നത്. കാരണം അത്ര എഫർട്ട് എടുത്ത് എല്ലാ ഗെയിമും ജയിച്ച ഒരാളാണ്. എന്നിട്ട് ഔട്ടാക്കിയത് അൺഫെയർ ആണെന്ന് തന്നെയാണ് ആര്യം പറയുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.